പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായി സായം സന്ധ്യയിൽ അവിടുത്തെ വചനത്തിന്റെ കീഴിലായിരിക്കുവാൻ നൽകിയ വലിയ കൃപയെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അവിടുത്തെ വചനം വായിക്കാനും അത് പഠിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും അതിൻ പ്രകാരം ജീവിച്ച് അനേകരെ വചനത്തിലേക്ക് ആകർഷിക്കുവാനും തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, അങ്ങയുടെ മാധുര്യമേറിയ വചനം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യവും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹവുമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ മാതാവേ, ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഇടവകയുടെ കാവൽ പിതാവായ മോർ ഗീവർഗീസാദായെ, പരിശുദ്ധനായ പരിമല തിരുമേനി, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, പ്രത്യേകിച്ച് പരിശുദ്ധ സ്നേഹന്മാരായിരിക്കുന്ന എല്ലാവരുമേ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. കർത്താവിൽ പ്രിയരെ, നമ്മള് എസ്രായുടെ പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്രായുടെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 6-ാമത്തെ അധ്യായത്തിലാണ് യെരൂശലേം ദേവാലയം രണ്ടാമത്തെ പ്രവാസത്തിന് ശേഷം 2-ാം ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിനെ പറ്റിയും തുടർന്ന് യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടത്തുന്നതിനെ പറ്റിയുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുകയുണ്ടായത്. അതിനുശേഷം പെസഹ ആചരണം അവര് നടത്തുകയും ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചിരുന്നുവല്ലോ. പ്രത്യേകിച്ച് ഈ യെരൂശലേം ദേവാലയം പണിയുന്നതിൽ ഒട്ടനവധി പ്രതിസന്ധികൾ ഈ ജനത്തിന് നേരിടേണ്ടി വന്നു. ഒരു ദീർഘകാലഘട്ടം ഇത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പ്രവാചകന്മാരായ ഹഗ്ഗായിയും സെക്കറിയാവും ഇടപെട്ട് ദൈവത്തിന്റെ കരം അവരിലൂടെ വെളിപ്പെട്ടതിന് ശേഷമാണ് സെരുബ്ബാബേൽ അതോടൊപ്പം തന്നെ മറ്റ് യെരൂശലേമിലെ പ്രമാണികൾ എല്ലാവരും ചേർന്ന് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചായിരുന്നു, എസ്രായുടെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ ഒരു 1-ാം ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു വിവരണങ്ങളാണ്. ഇസ്രായേലിന്റെ പ്രവാസത്തിന് ശേഷമുള്ള വരവിനെ പറ്റി, അതിന്റെ ക്രമീകരണങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വിവരണമാണ്. എന്നാൽ 7-ാമത്തെ അധ്യായം മുതൽ ഈ ഗ്രന്ഥത്തിന്റെ കർത്താവായിരിക്കുന്ന എസ്രായെ പറ്റിയും എസ്ര ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെയാണ് പിന്നീട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന് ശേഷം പാർസി രാജാവായ അർത്തക്സിസ്റ്റാവിന്റെ വാഴ്ചക്കാലത്തെ എസ്രാ ബാബേലിൽ നിന്ന് വന്നു. എസ്ര ആരുടെ സമയത്താണ് ഇവിടെ കടന്നു വരുന്നതെന്നാണ് ഇവിടെ തുടക്കത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പാർസി രാജാവായ അർത്തഹ്ഷഷ്ടാവിന്റെ വാഴ്ചക്കാലത്താണ് എസ്ര ബാബേലിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുന്നത്. അതിന്റെ കാലഘട്ടത്തെ പറ്റി വേദപണ്ഡിതന്മാർ പറയുന്നത് BC 458-ലാണ്. അതായത് എസ്ര കടന്നു വരുന്നതിന് മുൻപ് തന്നെ 2-ാം ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കപ്പെട്ടായിരുന്നു. കാരണം 2-ാമത്തെ ദേവാലയം പണിത് പ്രതിഷ്ഠിക്കുന്നത് BC 516-ലാണ്. അപ്പോൾ ഇതിനു ശേഷമാണ് എസ്ര കടന്നു വരുന്നത്. എസ്ര വന്ന വർഷം തന്നെ അദ്ദേഹം ഈ ചരിത്ര ഗ്രന്ഥം എഴുതി പൂർത്തീകരിക്കുകയും അവിടെ പിന്നീടുള്ള അധ്യായങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹം അതിന്റെ തൊട്ട് ഒരു വംശാവലിയാണ് പിന്നീട് നമുക്ക് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഈ വംശാവലിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: അവൻ മഹാപുരോഹിതനായ അഹറോന്റെ മകൻ എന്നാണ് ആ വംശാവലി അവസാനിക്കുന്നത്. അതായത് എസ്ര ഒരു പുരോഹിതനാണെന്ന് സമർത്ഥിക്കുവാൻ തക്കവണ്ണമാണ് അദ്ദേഹത്തിന്റെ വംശാവലി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയും കാണുന്നുണ്ട്, അദ്ദേഹം ഒരു ന്യായശാസ്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പുരോഹിതൻ കൂടെ ആയിരുന്നു എന്ന് നമുക്ക് ഈ വംശാവലിയിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദിനവൃത്താന്തം
6-ാം അധ്യായം 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വംശാവലി തന്നെ ആണ് ഇവിടെ വീണ്ടും ഒരു കോപ്പി പേസ്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കത് എടുത്ത് വായിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കേണ്ടതില്ല, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതേ വംശാവലി തന്നെയാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനുശേഷം 6-ാമത്തെ വാക്യത്തിൽ എസ്രായെ പറ്റി അദ്ദേഹം തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ എസ്ര ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കിയാൽ രാജാവ് അവന്റെ അപേക്ഷ ഒക്കെയും അവന് നൽകി. എസ്രായുടെ ജീവിതത്തിന്റെ പ്രത്യേകതയെ പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എസ്ര. അതായത് ന്യായപ്രമാണം നന്നായിട്ട് വായിച്ച് പഠിച്ച് ജീവിതത്തിൽ അത് കാത്തു പരിപാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എസ്ര പുരോഹിതൻ. അതിന്റെ ശേഷം പറയുകയാണ്, അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കിയാൽ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. കണ്ടോ, എസ്രായെ പറ്റി രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ കൈ ആർക്ക് അനുകൂലമായിരുന്നു? എസ്രായിക്ക് അനുകൂലമായിരുന്നു. എന്തുകൊണ്ട് എസ്രായിക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമായി തീർന്നു? ആർക്കെങ്കിലും അതിനൊരു മറുപടി പറയാമോ? എസ്രാ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ പലയിടങ്ങളിൽ ഇതേ വാക്യം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എസ്രായിക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. ശരിക്കും ദൈവം, പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, ദൈവം അനുകൂലമായാൽ നമുക്ക് ആരാണ് പ്രതികൂലം ഉള്ളത്? അപ്പൊ അങ്ങനെയെങ്കിൽ എസ്രായുടെ ജീവിതം സക്സസ് ആയതിന്റെ കാരണം ഈ സത്യവേദ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഗ്രന്ഥം എഴുതപ്പെടാൻ അല്ലെങ്കിൽ ചേർക്കപ്പെടാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ കൈ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. ദൈവത്തിന്റെ കൈ എന്തുകൊണ്ടാണ് അനുകൂലമായത്? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചു വന്നതുകൊണ്ട്. അതെ, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു എസ്ര. അല്ലെങ്കിൽ ദൈവം എന്തു പറഞ്ഞോ അതിന്റെ വള്ളി പുള്ളി തെറ്റാതെ ജീവിതത്തിൽ പാലിച്ചു വന്ന വ്യക്തിയായിരുന്നു എസ്ര. നമുക്കറിയാം, 1-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. കർത്താവിന്റെ ന്യായപ്രമാണം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും. എന്നിട്ട് പറയുകയാണ്, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. എസ്രായുടെ ജീവിതത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കിയാൽ രാജാവ് അവന്റെ അപേക്ഷ ഒക്കെയും അവന് നൽകി. ഒരു അപേക്ഷ പോലും നിരസിക്കപ്പെട്ടില്ല. ഏത് രാജാവിനോട് അപേക്ഷ നടത്തുന്നേ? അതായത് അടിമത്വത്തിലാണ്. സ്വന്തം ഒരു ജനതയുടെ രാജാവല്ല, അടിമകളായി ജീവിക്കുന്ന സമയത്താണ്. അടിമ ആയിട്ട് ജീവിക്കുന്ന എസ്രയാണ് അവിടുത്തെ രാജാവിനോട് അദ്ദേഹത്തിന്റെ ദേവാലയ നിർമ്മാണത്തെ പറ്റി, ഇവിടുന്നുള്ള വിമോചനത്തെ പറ്റി സംസാരിക്കുന്നത്. അത് എല്ലാം ആ രാജാവ് അദ്ദേഹത്തെ കേട്ട് അദ്ദേഹത്തിന് അനുകൂലമായി എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്ത് വേണം? ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കണം. ദൈവത്തിന്റെ കൈ അനുകൂലമാകാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുക, പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലം ആയിരിക്കും. അതുകൊണ്ടാ വചനം അനുസരിച്ച് വചനത്തിന് മുമ്പാകെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച കന്യക മറിയാമിന്റെ ജീവിതത്തിൽ എന്നും ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. പിന്നീട് നമ്മൾ നാളെ മുതല് യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ ഓർമ്മ ആചരിച്ച ഒരു നോമ്പിലേക്ക് പ്രവേശിക്കുക, സ്ലീഹാ നോമ്പ്. ഈ സ്ലീഹാ നോമ്പിലും ഈ സ്ലീഹന്മാരുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, വലിയ കുടുംബ മഹിമയൊന്നും ഉണ്ടായിരുന്നില്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിരുന്നില്ല. പക്ഷെ അവർക്ക് വലിയൊരു ഗുണം ഉണ്ടായിരുന്നത്, എന്ന് യേശുവിനെ അറിഞ്ഞോ അന്ന് മുതൽ
യേശു എന്ത് പറയുന്നോ അത് അവർക്ക് വേദവാക്യമായി. അത് പരിപൂർണമായി കണ്ണടച്ച് വിശ്വസിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്ന വ്യക്തികളായി ഇവര് മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ, അപ്പോസ്തല പ്രവർത്തികൾ എടുത്ത് വായിച്ചാൽ മതി. അവിടെ ദൈവത്തിന്റെ കരം ആർക്ക് അനുകൂലമായിരുന്നു? എല്ലാ അപ്പോസ്തലന്മാർക്കും അനുകൂലമായിരുന്നു. ഈ യഹൂദ മഹാപുരോഹിതന്മാരും പരീശന്മാരും സാധുക്യരും ചേർന്ന് പലവട്ടം ഈ സുവിശേഷ പ്രഘോഷണം നിർത്തിവെക്കാനും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നത് ഇനി മുതൽ അങ്ങനെ സംസാരിക്കരുതെന്ന് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും ആര് വിലക്കിയോ അവരുടെ മധ്യയിൽ നിന്ന് വീണ്ടും സുവിശേഷം പറഞ്ഞ് ലോകമൊക്കെയിലും സുവിശേഷം എത്തിക്കാൻ തക്കവണ്ണം ആർക്ക് സാധിച്ചു? സ്ലീഹന്മാർക്ക് സാധിച്ചു. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരുന്നോ എന്ന് പരിശോധിക്കണം. നമ്മൾ എന്ത് ചെയ്താലും പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമല്ല. നമ്മൾ എന്ത് ചെയ്താലും അത് അബദ്ധത്തിൽ പോയി കലാശിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ അനുകൂലമാകാൻ എന്ത് ചെയ്യണം? അതിനൊറ്റ വഴിയേ ഉള്ളൂ. യേശു എന്ത് പറഞ്ഞോ അത് കേൾക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അപ്പോ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി തീരും. എസ്രായെ പറ്റിയുള്ള ഒരു ഏറ്റവും നല്ലൊരു വിശേഷതയാണ് ദൈവത്തിന്റെ കൈ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ് ആയി തീർന്നുവെന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തുടർന്ന് 7 മുതലുള്ള 9 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാണ് കടന്നു വന്നതെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദേവാലയ ദാസന്മാരിലും അങ്ങനെയുള്ള ഒരു ഗണത്തെ പറ്റി ഒരു വിവരണം നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ ചേർന്ന് ഇവര് എസ്ര അവിടുന്ന് പുറപ്പെടുകയാണ്. അതിനുശേഷം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 10-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അതനുസരിച്ച് നടക്കുവാനും ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കുവാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. എസ്ര എന്തിന് മനസ്സ് വെച്ച ആളാണ്? യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കണം. 3 ഘട്ടങ്ങളായിട്ടാണ് അതിനെപ്പറ്റി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 1, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാൻ. പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് വായിക്കുക, വായിച്ച് അതിനെപ്പറ്റി ധ്യാനിക്കുക. അതാണ് 1 അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 1, വചനം വായിച്ച് അത് പരിശോധിച്ച് അത് പഠിക്കാനും അത് ധ്യാനിക്കാനും ഒക്കെ ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം എസ്രായെ പറ്റി അങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും 2, അനുസരിച്ച് നടക്കാനും. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് പഠിച്ചാൽ മാത്രം മതിയോ? പഠിച്ചാൽ മാത്രം പോരാ. കാരണം എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ആളുകളെ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷം നന്നായിട്ട് പഠിച്ച വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പഠിച്ച സുവിശേഷം, അവർ മനസ്സിലാക്കിയ സുവിശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അത് പലപ്പോഴും പൗരോഹിത്യത്തിലായിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒത്തിരി വീഴ്ച വരാറുണ്ട്. കാരണം ഇന്ന് പുരോഹിതന്മാരും മേൽപ്പട്ടക്കാരും ഒക്കെ ഒരു എതിര് നേരിടുന്നതിന്റെ ഒരു കാരണം എന്താ? നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, നന്നായിട്ട് വചനം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് അത് ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും അത് ഇല്ലാതാവുക. അതുകൊണ്ട് വചനം വായിച്ച് പഠിച്ചത് കൊണ്ടായില്ല, മറിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എസ്രായുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹം അത് പരിശോധിക്കുക മാത്രമല്ല ചെയ്തത്, അത് അനുസരിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു എസ്ര. നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം എടുക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളൊന്ന് വായിക്കണേ. വചനം വെറുതെ വായിച്ച് പഠിച്ചാൽ മാത്രം സംഭവിക്കുന്ന അപകടത്തെ പറ്റിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായി എല്ലാവരും എടുക്കാമോ? വിശുദ്ധ മത്തായി 23-ന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം.
നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കും. ഇത് ആരെ പറ്റി പറയുന്നതെന്നറിയാമോ? യേശു ക്രിസ്തു യേശു പരീശന്മാരെയും അതുപോലെ തന്നെ ഈ വചനം പഠിച്ച് നന്നായിട്ട് വചനത്തിൽ അവഗാഹമുള്ള വ്യക്തികൾക്ക് നേരെ തൊടുത്തുവിടുന്ന വചനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ വചനമൊക്കെ പഠിച്ച് നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി കരയും കടലും കടന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അവരെ പറ്റി യേശു എന്ന് ആദ്യം അഭിസംബോധന ചെയ്യുന്നത് കപടഭക്തിക്കാരെ എന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം എന്താ? കാരണം ഒന്നേ ഉള്ളൂ, ഇവര് പറയുക മാത്രമേ ഉള്ളൂ, ഇവരുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ? അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ചേർത്തിട്ട് അവരെ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കി തീർക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കള് തെറ്റിപ്പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ വചനമൊക്കെ പറയും, നല്ല സാരോപദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ വചനപ്രകാരം ഒരു ജീവിതം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മക്കൾ വഴിതെറ്റിപ്പോകും. മക്കളോട്, ഇപ്പൊ മകനോട് അല്ലെങ്കിൽ മകളോട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ഒരു അപ്പനോ അമ്മയോ പറഞ്ഞിട്ട് അപ്പനും അമ്മയും അത് ഉപയോഗിച്ചുകൊണ്ട് നടന്നാൽ അവർക്ക് എന്താണത്? അവർക്ക് ഉറപ്പായിട്ടും അവരവരുടെ മക്കളോട് ഇതുപോലെ പറയും, മക്കളെ കള്ളൊന്നും കുടിക്കരുത് അല്ലെങ്കിൽ വേറെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കരുതെന്ന് പറയും. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവര് അതെല്ലാം ഫോളോ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് പറയുന്നോ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ അത് പരാജയമാണ്. അതിനുശേഷമാണ് മൂന്നാമത്തെ ഘട്ടമാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാൻ ഒന്നാമത്തെ ഘട്ടം, 10ാമത്തെ വാക്യം തന്നെയാണ്. അത് അനുസരിച്ച് നടപ്പാൻ രണ്ടാമത്തെ ഘട്ടം, 3 ഉപദേശിക്കുക. വായിച്ചോ. അത് ഉപദേശിക്കുവാൻ. അത് ഉപദേശിപ്പാൻ. ശരിക്കും എപ്പോഴാ ഉപദേശം വരേണ്ടത്? പഠിച്ച ഉടനെ അല്ല ഉപദേശിക്കേണ്ടത്, മറിച്ച് പഠിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് വേണം ഉപദേശിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനസാക്ഷി കുത്തുകൊണ്ട് പലപ്പോഴും പ്രസംഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പല വചനങ്ങളും അനുസരിക്കുന്നതിലൊക്കെ ഒത്തിരി വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. എന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ബലഹീനനാണ്, കുറവുകളുണ്ട്, അതുകൊണ്ട് അവിടുന്നാണ് ഈ ശുശ്രൂഷയിൽ ഏൽപ്പിച്ചത്, അതുകൊണ്ട് സഹായിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പലപ്പോഴും പല വചന ശുശ്രൂഷകളിലേക്കും പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എസ്രാ നല്ലൊരു റോൾ മോഡലാണ്. അദ്ദേഹം വചനം വായിച്ച് പഠിക്കുക മാത്രമല്ല, അത് അനുസരിക്കുകയും അതിനുശേഷം തൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ദൈവത്തിന്റെ സന്ദേശം എത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് എസ്രാ. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിച്ചാൽ ഫലം കാണാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര ഉള്ളൂ. പത്രോസ് ലീഹ ആദ്യത്തെ വചന ശുശ്രൂഷ നടത്തിയപ്പോ എത്ര പേര് മാനസാന്തരപ്പെട്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? 3000 ആളുകൾ മാനസാന്തരപ്പെട്ടു. ഇന്ന് എൽദോസിച്ചൻ പ്രസംഗിച്ചിട്ടും ആർക്കും മാനസാന്തരം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം പത്രോസ് എന്ത് പ്രസംഗിച്ചോ അതങ്ങനെ തന്നെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയായിരുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, എനിക്ക് പലപ്പോഴും ഇതിനകത്ത് വീഴ്ച വരുന്നത് കൊണ്ട് നമ്മുടെ പ്രസംഗങ്ങൾ ആരെയും സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം പാലിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഹൃദയത്തിന് കുത്തുകൊള്ളും. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്നത്, അവൻ യഹൂദയ മരുഭൂമിയിലേക്ക് വന്ന് ജനത്തോട് മാനസാന്തര സുവിശേഷം അറിയിച്ചു എന്ന് അതിന്റെ തൊട്ട് താഴെ എഴുതി വെക്കുന്നുണ്ട്. ഹൃദയത്തിൽ കുത്തുകൊണ്ട ജനം യോഹന്നാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ? അതാണ് വചനം വായിച്ച് പഠിച്ച് അതനുസരിച്ച് പ്രസംഗിക്കുന്നതിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. അതാണ് അത് പ്രസംഗിച്ച് കേൾക്കുന്ന വ്യക്തികളിലേക്ക് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം കടന്നു വരുവാനായിട്ട് സാധിക്കും. എസ്രായെ പറ്റി അങ്ങനെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പിന്നീട് 11ാമത്തെ വാക്യം, ഇസ്രായേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് അർത്ഥസൃഷ്ടാവ് കൊടുത്ത എഴുത്തിന്റെ പകർപ്പാണ് ഇത്. ഈ മൈക്ക് ആരെങ്കിലും ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. ഞാൻ പറയുമ്പോൾ മാത്രം ഓണാക്കിയാൽ മതി, അത് മറ്റുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അത് ശ്രദ്ധിക്കണമേ. അപ്പോൾ ഇപ്പൊ നമ്മൾ 11 മുതലുള്ള പിന്നീട് അങ്ങോട്ട് ആ അധ്യായം മുഴുവനും പിന്നീട് കാണുന്നത്
പേർഷ്യ രാജാവായ അർത്തഹ്ശഷ്ടാവ് എസ്രാ പുരോഹിതന് ഒരു അധികാരപത്രം കൊടുത്ത് വിടുകയാണ്. ആ അധികാരപത്രം ആണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് താഴത്തേക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് മുഴുവനും ഈ സമയത്ത് വായിക്കുന്നില്ല. ഈ അധികാരപത്രം വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. 5 അധികാരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എത്ര അധികാരങ്ങളാണ്? 5 അധികാരങ്ങൾ. അതിലെ ഒന്നാമത്തെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അധികാരം 13-ാമത്തെ, അതായത് ഇദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ചെന്ന് ഈ യഹൂദന്മാരുടെ ഇടയിൽ, പേർഷ്യ രാജ്യത്തിലല്ല, മറിച്ച് ജന്മനാടായ യെറുസലേമിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന അധികാരങ്ങളാണ്. കാരണം അന്ന് യെറുസലേം ആരുടെ കീഴിലാണ്? പേർഷ്യയുടെ കീഴിലാണ്. പേർഷ്യ രാജാക്കന്മാരാണ് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവശ്യയിൽ അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കൊടുക്കുകയാണ്. 13-ാമത്തെ വാക്യം നമ്മുടെ ആർക്കെങ്കിലും വായിക്കാമോ? ആരെങ്കിലും ഒരാൾ വായിച്ചാൽ, മാറി മാറി വായിച്ചാൽ നല്ലത്. 13-ാമത്തെ വാക്യം, 7-ാം അധ്യായം 13. നമ്മുടെ രാജ്യത്തുള്ള ജനത്തിലും അവന്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ അദ്ദേഹത്തിന് കിട്ടിയ അധികാരം, ആരൊക്കെ ആഗ്രഹിക്കുന്നോ ഈ അടിമത്വത്തിൽ നിന്ന് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ തക്കവണ്ണം ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കെല്ലാം എസ്രാ പുരോഹിതന്റെ കൂടെ പോകാനുള്ള അനുമതി ആര് കൊടുക്കുകയാണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാരം ഈ രാജാവ് എസ്രായിക്ക് കൊടുക്കുകയാണ്. ആഗ്രഹമുള്ളവരെല്ലാം കൂട്ടി എവിടേക്ക് പോകാം? യെരൂശലേമിലേക്ക് പോകാം. രണ്ടാമത്തെ അദ്ദേഹത്തിന് കിട്ടുന്ന അധികാരം 14-ാമത്തെ വാക്യം വായിക്കാമോ? നിന്റെ കൈവശമിരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദയിലെയും യെരൂശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവന്റെ മന്ത്രിമാരും യെരൂശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം, അതായത് യെരൂശലേമിൽ ചെന്നിട്ട് അവർക്ക് നേതാവായിരിക്കാനായിട്ടുള്ള അധികാരമാണ് രണ്ടാമത് കൊടുക്കുന്നത്. നിന്റെ കൈവശം ഇരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദയിലെയും യെരൂശലേമിലെയും കാര്യം അന്വേഷിപ്പാൻ വേണ്ടി ആരെ ചുമതലപ്പെടുത്തുകയാണ്? അതായത് ഈ ജനം ദൈവം പറയുന്നതിനനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാനും അല്ലെങ്കിൽ അത് ക്രമപ്പെടുത്താനുള്ള അധികാരമാണ് രണ്ടാമത് ആർക്ക് കൊടുക്കുന്നത്? എസ്രായിക്ക് ഈ പകർപ്പിലൂടെ അർത്തഹ്ശഷ്ടാവ് രാജാവ് കൊടുക്കുന്നത്. മൂന്നാമത് 15 മുതലുള്ള വാക്യങ്ങൾ, 15ഉം 16ഉം വാക്യങ്ങൾ, മൂന്നാമത് അദ്ദേഹത്തിന് കൊടുക്കുന്ന അധികാരം വായിക്കണം. യെരൂശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്ത് നിന്നൊക്കെയും നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാം യെരൂശലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ ആലയം വൈക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യ ദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവന്റെ 7 മന്ത്രിമാരും നിന്നെ അയക്കുന്നു. അപ്പോ പിന്നീട് അദ്ദേഹത്തിന് ഒരു ട്രഷറർ സ്ഥാനം കൊടുക്കുകയാണ്. അതായത് ഈ പേർഷ്യയിൽ നിന്ന് പോകുമ്പോൾ, ആ ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് പോകുമ്പോൾ അവിടുന്ന് രാജാവും അതുപോലെ തന്നെ മന്ത്രിമാരും ബാബിലോണിൽ താമസിക്കുന്ന ആളുകളും ഒട്ടനവധി സ്വർണവും വെള്ളിയും മറ്റ് ദേവാലയത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുക്കളും കൊടുത്തു വിടാനായിട്ടുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് കൊണ്ടുപോകാൻ ആരെയാ ചുമതലപ്പെടുത്തുന്നത്? എസ്രായെയാണ് ചുമതലപ്പെടുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ കണ്ടു, ഒന്നാമത്തെ അധികാരം അവിടുന്ന് പോകുന്ന എല്ലാവരുടെയും ചുമതല എസ്രായെ ഏൽപ്പിച്ചു. 2, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ജനത്തിന്റെ ന്യായപാലനം എസ്രായെ ഏൽപ്പിച്ചു. 3, അദ്ദേഹത്തിന് ഈ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം കൂടെ ഈ രാജാവ് എസ്രായിക്ക് നൽകുകയാണ്. 4-ാമത്തെ അധികാരം 25-ാമത്തെ വാക്യം എടുത്ത് വായിക്കാമോ? 25-ാമത്തെ വാക്യം. നീയോ എസ്രയെ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കകരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം.
അദ്ദേഹത്തിന് കിട്ടുന്ന 4ാമത്തെ അധികാരമാണ്. അതായത് ന്യായാധിപന്മാരെയും അതുപോലെ തന്നെ അധികാരികളെയും നിയമിക്കാൻ തക്കവണ്ണമുള്ള ഒരു അധികാരം കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും മേളിൽ ആരാണ്? എസ്രായാണ്. അപ്പൊ എസ്ര പറയുന്നതിനനുസരിച്ച് ഓരോ ദേശത്തെയും ഓരോ നഗരത്തെയും അല്ലെങ്കിൽ ഓരോ പട്ടണങ്ങളെയും ഭരിക്കാൻ തക്കവണ്ണം. അപ്പൊ മോശയുടെ കാലഘട്ടത്തിൽ മോശയുടെ അമ്മായിയപ്പൻ യിത്രോ എന്ന് പറയുന്നുണ്ട്, എന്ത് ചെയ്യണം, നീ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജനത്തിന്റെ ന്യായപാലനമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു കാര്യവും ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ചെയ്യണം. 1000 പേർക്ക് ഒരു അധിപതി, 100 പേർക്ക് ഒരു അധിപതി, 10 പേർക്ക് ഒരു അധിപതി എന്ന രീതിയിൽ ന്യായപാലനം നടത്താൻ തക്കവണ്ണം ജ്ഞാനമുള്ളവരെയും വിവേകമുള്ളവരെയും തെരഞ്ഞെടുക്കണമെന്ന് മോശയുടെ അമ്മായിയപ്പൻ യിത്രോ പറഞ്ഞു കൊടുത്തതിനനുസരിച്ചാണ് മോശ അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. അതുവരെ എല്ലാം മോശ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. മോശയ്ക്ക് അത് മാത്രം ചെയ്യാനേ നേരമുള്ളൂ. കാരണം ജനത്തിന്റെ ഇടയിലുള്ള തർക്കങ്ങളും കലഹങ്ങളും പരിഹരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഇത് കണ്ടപ്പോ ദൈവം ഹൃദയത്തിൽ തോന്നിച്ചതിന് പ്രകാരം യിത്രോ പറഞ്ഞു, അതിന് പ്രകാരം അദ്ദേഹം ചെയ്യുകയാണ്. ഇവിടെ ഈ അർത്ഥശഷ്ടാവ് രാജാവും ഇതേ കാര്യം തന്നെയാണ് എസ്രായോട് പറയുന്നത്. നീ ചെല്ലുമ്പോ അവിടെ ന്യായാധിപന്മാരെയും അധികാരികളെയും നിയമിച്ച് അവരിലൂടെ ന്യായപാലനം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അധികാരം കൊടുക്കുകയാണ്. 5ാമത്തെ അധികാരം 26ാമത്തെ വാക്യം വായിക്കാമോ? എന്നാൽ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണവും രാജാവിന്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാവുന്നു. അദ്ദേഹത്തിന് പിന്നീട് കിട്ടുന്ന അധികാരമാണ് ഈ പറയുന്നത്. അനുസരിക്കാതെ അതിന് എതിര് നിൽക്കുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരം എസ്രായിക്ക് അർത്ഥശഷ്ടാവ് രാജാവ് കൊടുക്കുകയാണ്. അപ്പൊ 5 അധികാരങ്ങളാണ് കിട്ടിയത്. ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? 1ാമത്തെ അധികാരം യെരൂശലേമിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം. ഒന്ന്, യെരൂശലേമിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള അധികാരം കിട്ടി. 2, ന്യായപാലകനായി തീരാൻ, അവർക്ക് ന്യായപാലനം ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാനുമുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതായത് ഇവര് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പിന്നീട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ അധികാരം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. 4ാമത്തത് ന്യായാധിപന്മാരെയും അധികാരികളെയും നിയോഗിക്കുക. 5ാമത്തത് അനുസരിക്കാത്തവരെ ശിക്ഷിക്കുക. അതായത് വധശിക്ഷ വരെ കൊടുക്കാനുള്ള ഒരു പവർ ആർക്ക് കിട്ടുകയാണ്? എസ്രായിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോൾ അതോടുകൂടെ നമ്മുടെ രാജാവിന്റെ അധികാരപത്രം അവസാനിപ്പിക്കുകയാണ്, അതിന്റെ പകർപ്പ് അവസാനിക്കുകയാണ്. പിന്നീട് 27ാമത്തെ വാക്യം ഇതെങ്ങനെയാണ്? യെരൂശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിന്റെയും അവന്റെ മന്ത്രിമാരുടെയും രാജാവിന്റെ സകല പ്രഭുക്കന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എന്താ ചെയ്യുന്നേ? എസ്ര എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിച്ച് എണ്ണി ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെ ഉള്ള ഒരു അധികാരം എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം, ഒരു അടിമയായി എനിക്ക് ഈ തരത്തിലുള്ള ഒരു വലിയ സ്ഥാനവും ബഹുമതിയും കിട്ടുവാൻ ഇടയാക്കിയതാരാ? ഈ രാജാവ്. ഇത് രാജാവല്ല, രാജാവ് നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുക. അതായത് നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാന് ഇന്ന് ഇങ്ങനെ ആയതെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എസ്ര നേരെ തിരിച്ച ചിന്തിച്ചത്. ഈ രാജാവിന്റെ ഹൃദയത്തെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഹൃദയത്തെയൊക്കെ എനിക്ക് അനുകൂലമാക്കിയത് ആരാണ്? ദൈവമാണ് എന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിക്കുക മാത്രമല്ല അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് എസ്ര ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവട്ടെ. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്
നന്ദി പറയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വേദഭാഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാമോ? അങ്ങനെ ഒരു വേദഭാഗമുണ്ട്, നന്ദി പറയുന്നതിനെ പറ്റി യേശു അത് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് വേദപുസ്തകത്തിൽ നടക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ആർക്കെങ്കിലും അതിന്റെ റെഫറൻസ് പറയാൻ പറ്റും? അല്ലെങ്കിൽ എന്താ സാഹചര്യം എന്നെങ്കിലും പറയാൻ പറ്റും? ഞങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം പഠിച്ചിട്ടില്ല അച്ഛാ, അതുകൊണ്ട് ഞങ്ങൾക്കത് അറിയില്ല അല്ലേ. എന്നാ ഞാൻ തന്നെ പറയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം എടുക്കാമോ? 17-ാം അധ്യായം, ലൂക്കോസ് 17-ാം അധ്യായം 11 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 17-ന്റെ 11. യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞു. പോവുകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അതായത് യേശു നടന്നു പോകുമ്പോ യേശുവിനെ എതിർ വന്ന് ഒരു 10 കുഷ്ഠരോഗികൾ കടന്നു വന്ന് യേശുവിന്റെ മുമ്പാകെ വണങ്ങി മുട്ടുകുത്തി അവര് പ്രാർത്ഥിക്കുകയാണ്, യേശുവെ, ഞങ്ങളുടെ ഈ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിമുക്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി പുരോഹിതന്മാരെ പോയി കാണിച്ചോളാൻ പറയുകയാണ്. എന്തിനാ പുരോഹിതന്മാരെ പോയി കാണിക്കാൻ പറഞ്ഞത്? അത് നമുക്കറിയാം. ഈ പഴയ നിയമ ഗ്രന്ഥത്തിൽ വായിച്ചു പഠിച്ചാൽ കുഷ്ഠം വന്ന ഒരാൾക്ക് സൗഖ്യം വന്നാൽ അത് പുരോഹിതനെ കൊണ്ടുപോയി കാണിച്ച് കുഷ്ഠം മാറി എന്ന് സാക്ഷ്യപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ടാ യേശു എന്ത് ചെയ്യുന്നേ? നിങ്ങളെ പൊക്കോളാൻ പറയുന്നത്. സൗഖ്യം വന്നു എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവർക്ക് സൗഖ്യം വരും. അതുകൊണ്ടല്ലേ യേശു അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവര് പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു? ഇവർക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തി ലഭിച്ചു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഒരാള് മാത്രം മടങ്ങി വന്നു. ബാക്കി 9 പേരും പറഞ്ഞ പോലെ പള്ളിയിലേക്ക് അച്ഛനെ കാണാനായിട്ട് ഓടിപ്പോയി. പക്ഷെ ഒരാള് മാത്രം തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന രോഗത്തിന്റെ പീഡകൾ മാറി എന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം പുരോഹിതനെ കാണാൻ ഓടുന്നതിന് മുൻപ് തന്നോട് ഇത് പറഞ്ഞ യേശുവിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി യേശുവിന്റെ കാൽക്കൽ വീണ് യേശുവിനോട് നന്ദി പറയുകയാണ്. ഇതാരായിരുന്നു അറിയാമോ? ഇദ്ദേഹം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറയാമോ? അദ്ദേഹം ശമരിയക്കാരനായിരുന്നു, അതായത് വിജാതീയനായിരുന്നു. ബാക്കി 9 പേരോ? അതിന്റെ താഴത്തേക്കൊന്ന് വായിച്ചേ, 15 മുതലൊന്ന് വായിച്ചേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേര് ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? യേശു പറയുകയാണ്, ഈ അന്യജാതിക്കാരൻ അല്ലാതെ മറ്റ് യഹൂദന്മാർ എവിടെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് മടങ്ങി വന്നു? അപ്പൊ യേശു നന്ദി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മളിത് പ്രത്യക്ഷമായിട്ട് യേശു അങ്ങനെ പറയുന്നില്ല, പക്ഷെ പരോക്ഷമായിട്ട് യേശു അത് പ്രഖ്യാപിക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാന ക്രമമൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്താണെന്നറിയാമോ? അതിന്റെ ഹെഡിങ് എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ? കുർബാന ക്രമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, കൃതജ്ഞതാ പ്രാർത്ഥന. എന്താ കൃതജ്ഞത? നന്ദിയാണ്. ദൈവമേ, അയോഗ്യരായിരുന്ന ഞങ്ങൾക്ക് നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം യോഗ്യത നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറഞ്ഞാണ് ഓരോ വിശുദ്ധ കുർബാനയും അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവര്, ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി അർപ്പിക്കണം. നന്ദി അർപ്പിച്ചാൽ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, ഒരു നതാലിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട്
അവരോട് കർത്താവ് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ഫൗസ്റ്റീന എന്ന് പറയുന്ന ഒരു സിസ്റ്റർക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിനും നന്ദി പറയണം. അപ്പൊ ചോദിച്ചു, എന്തിനാ കർത്താവ് എല്ലാ കാര്യത്തിനും നന്ദി പറയുന്നത്? അപ്പൊ യേശു മറുപടി പറയുകയാണ്, നീ നന്ദി പറയുമ്പോ മറ്റൊരു കൃപ തരാൻ ഞാൻ ശക്തമായിട്ട് എനിക്ക് പ്രേരണ ഉണ്ടാകുമെന്ന്. അതായത് ഒരു കാര്യത്തിൽ നമ്മൾ നന്ദി പറയുമ്പോൾ മറ്റു അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ ദൈവത്തിന് വലിയൊരു പ്രേരണ ഉണ്ടാകുമെന്ന് ആ സിസ്റ്റേഴ്സിനോട് യേശു മറുപടി പറയുന്നത് അവർ വായിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്ദി പറയുവാനായിട്ട് ശ്രദ്ധിക്കണം. 50-ാം സങ്കീർത്തനം കൂടെ എടുക്കാമോ? 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. മതി. 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എന്താ ഈ സ്തോത്രം? സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയാണ് പ്രിയമുള്ളവരെ. നന്ദിയുടെ മറ്റൊരു വാക്കാണ് സ്തോത്രം. ഇവിടെ പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ഒരു ബലി അർപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് ദൈവത്തിന് നന്ദി പറയുന്നതിനെ പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഈ സങ്കീർത്തനം മുഴുവൻ എടുത്ത് വായിച്ചാൽ മതി. ഇതിനകത്ത് ഭൂരിഭാഗം സങ്കീർത്തനങ്ങളും കൃതജ്ഞതാ സ്തോത്രങ്ങളാണ്. അതായത് അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്ന് ഈ ഒരു സമൃദ്ധി നൽകിയതിനെ പറ്റിയുള്ള നന്ദി. അതിനുശേഷം ദാവീദ് രാജാവാണ് ഭൂരിഭാഗം സങ്കീർത്തനം എഴുതിയെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് കിട്ടിയ വിജയങ്ങളെ പറ്റി, അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനങ്ങൾ ഒത്തിരി എണ്ണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എസ്ര ചെയ്തതുപോലെ, ദാവീദ് ചെയ്തതുപോലെ, അതുപോലെ വിജാതീയനായ ഈ കുഷ്ഠരോഗം സൗഖ്യം പ്രാപിച്ചപ്പോൾ അദ്ദേഹം ചെയ്തതുപോലെ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിനും നന്ദി പറയണം. നമ്മൾ ഈ നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ? ദൈവം അനുഗ്രഹിക്കില്ലേ? ദൈവം അനുഗ്രഹിക്കും. പക്ഷെ നന്ദി പറയുമ്പോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നമ്മൾ ദൈവമേ ഒരു ഉന്നതമായ വിജയം കിട്ടിയെന്ന് വിചാരിക്കുക. ദൈവമേ, ഈ വിജയം എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അവിടെ പോയി, ദൈവത്തിന് പോയി. അപ്പൊ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടാകും. നമ്മുടെ അഹങ്കാരത്തെ ഹനിച്ചു കളയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കണം. ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. പിന്നീട് ഇങ്ങനെ 28-ാമത്തെ വാക്യം ഇങ്ങനെ, എന്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രായേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി. അതോടുകൂടെ 7-ാം അധ്യായം അവസാനിക്കുകയാണ്. 8-ാം അധ്യായം അത് എങ്ങനെയാണ്? അർത്തക്ഷഷ്ടാവ് രാജാവിന്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോടുകൂടെ പോന്ന പിതൃഭവന തലവന്മാരും അവരുടെ വംശാവലികളുമാണ് ഇത്. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്നും വായിക്കേണ്ട കാര്യമില്ല. ആരൊക്കെയാണ് എസ്രായോട് കൂടെ കടന്നു വന്നത്, അതിൽ വംശത്തലവന്മാരും അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരാരാണെന്നും അവരുടെ കുടുംബങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് 20-ാമത്തെ വാക്യം വരെ, 8-ന്റെ 2 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. മതി. അതായത് എസ്ര എല്ലാ കുടുംബ തലവന്മാരോടും ആഗ്രഹിച്ച് തന്റെ അടുക്കിലേക്ക് കടന്നു വന്ന എല്ലാവരും വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ്, അദ്ദേഹം എന്ത് ചെയ്തു? എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. അതുകൊണ്ട് എല്ലാവരും ബാഗും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോ. ഈ വാഹനം എന്ന് പറഞ്ഞാൽ അന്ന് മൃഗങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിനെല്ലാം ക്രമീകരിച്ചോ, ഭക്ഷണ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടിപ്പിടിച്ചിറങ്ങി പോരുകയാണോ ചെയ്യുന്നത്? അല്ല. അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സകല സമ്പത്തും
കുഞ്ഞുകുട്ടികളും വൃദ്ധന്മാരും എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടി അവര് ഒരു ആറ്റിന്റെ വക്കത്ത് വെച്ച്, അഹവ എന്ന് പറയുന്ന ഒരു ആറ്റിന്റെ അരികെ എല്ലാവരും കൂടിയിട്ട് അവരെന്ത് ചെയ്തു? അവര് എത്ര ദിവസമാണെന്നും പറയുന്നില്ല, പക്ഷെ അവരൊരു ഉപവാസം ക്രമീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസം ക്രമീകരിക്കുന്ന എന്തിനാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കുറച്ചുകൂടെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാതിന് മുമ്പ് 22 വാക്യം ഒന്ന് വായിക്കണോ? ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അപ്പൊ എസ്രായിക്ക് ഒരു കാര്യത്തിൽ ഒരു ലജ്ജയുണ്ടായി. എന്താ ലജ്ജ? ഈ യാത്രയിൽ ഇവർക്ക് സംരക്ഷണം കിട്ടാൻ മാർഗമുണ്ട്. നമുക്കൊരു ഉപദ്രവം ഉണ്ടായി, നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുമ്പോൾ അത് പോലീസുകാർ പരിശോധിച്ച് പ്രൊട്ടക്ഷൻ വേണ്ടവരാണെന്ന് മനസ്സിലായി എന്ത് ചെയ്യും? പോലീസ് പ്രൊട്ടക്ഷൻ നമുക്ക് തരും. അപ്പൊ അതേപോലെ എസ്രായിക്ക് സുഖമായിട്ട് ചെയ്യായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? അത്രമേൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വ്യക്തിയായിരുന്നു എസ്ര. അദ്ദേഹത്തിന് ഈ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പടയാളികളെ വിട്ടുതരണം, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടുതരണമെന്ന് അദ്ദേഹത്തിന് പറയാൻ നല്ല സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അതിന്റെ കാരണം എന്താ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്നവർക്ക് ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നുവെന്ന് എസ്ര രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ? ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണ് എസ്രായി കൂട്ടുകാരും? 2 വിഭാഗത്തെ പറ്റിയാ പറയുന്നത്. ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലം, അവനെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലം. ഇതിൽ എസ്ര ഏത് ഗണത്തിലാണ് വരുന്നത്? അനുകൂലം. ദൈവത്തിന്റെ കൈ അനുകൂലമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ഇത് ഓൾറെഡി രാജാവിനോട് പറഞ്ഞു, ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണ്. അപ്പൊ എസ്രായിക്ക് രാജാവിന്റെ അടുത്ത് പോയി ചോദിക്കാൻ മടിയായിരുന്നു, ലജ്ജയായിരുന്നു. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ആളെ വിട്ടുതരണം. നമുക്കറിയാം, ബാബിലോണിൽ നിന്ന് ഈ യെരൂശലേമിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇന്ന് കാണുന്ന വിധത്തിലുള്ള സുഗമമായ വഴിത്താരകളൊന്നും ഇല്ലായിരുന്നു. പകൽ ഇസ്രായേലിന് മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വഴി നടത്തിയതുപോലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും അന്നും ഇന്നും എന്തുണ്ട്? വഴിയിൽ അപകടം വരുത്താൻ തക്കവണ്ണമുള്ള ആളുകളും അല്ലെങ്കിൽ ശത്രുക്കളും കള്ളന്മാരും ഒക്കെ പതിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ആർക്കറിയാം? എസ്രായിക്കും പോകുന്നവർക്കും അറിയാം. പക്ഷെ രാജാവിനോട് പ്രൊട്ടക്ഷന് വേണ്ടി പടയാളികൾ വിട്ടുതരാൻ ചോദിക്കാനും ലജ്ജയാണ്. അപ്പോ ഇവരെന്താ ചെയ്ത്? പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ടവരെ, ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച എസ്ര സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം ഉപവാസത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾ അവിടെ എടുത്തു നോക്കിയാൽ മതി. അവിടെ എല്ലാം ഒരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. മോശ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോ താഴെ യോശുവ എന്ത് ചെയ്തു? യോശുവ ശത്രുക്കളെ പരാജയപ്പെടുത്തി. മോശ സീനായി മലയിൽ 40 ദിനരാത്രങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവത്തിന്റെ കൽപ്പനകൾ ലഭിക്കാനും ഇടയായി തീർന്നു. ഏലിയ 40 ദിനരാത്രങ്ങൾ ഹോറേബ് പർവ്വതത്തിൽ ഒരു ഗുഹയുടെ ഉള്ളിലിരുന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ശബ്ദം ഏലിയ കേട്ടു. കാരണം ഏലിയ എന്തുകൊണ്ട് അവിടെ പോയിരിക്കുന്നേ? ഇസബൽ എന്ന് പറയുന്ന രാജ്ഞിയെ പേടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ പേടിച്ചിരിക്കുന്ന ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏലിയായെ ദൈവം ശക്തിപ്പെടുത്തി. ആരെ പേടിച്ചിരുന്നോ ആ നാട്ടിൽ ചെന്ന് വീണ്ടും അദ്ദേഹം പ്രവചനങ്ങൾ നടത്തുകയാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം എടുത്താൽ മതി. അവിടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ദാനിയേലിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് യേശുവിന്റെ ജീവിതത്തിൽ 40 ദിനരാത്രങ്ങൾ ഉപവാസം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? ഉപവാസം കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ പിശാച് പരാജയപ്പെടുന്നു, ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപവാസം നിസ്സാരമായ ഒരു കാര്യം അല്ല. നമ്മള് ശരീരത്തിൽ ഒരു ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ സഭയിൽ എന്തിനാ ഇത്രമാത്രം ഈ നോമ്പും ഉപവാസവും ഒക്കെ? പല സഭകളിലും ഇത്ര ഉപവാസവും നോമ്പൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ പെന്തിക്കോസ്തിക്ക് ശേഷം എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് സഭ നിഷ്കർഷിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ചെയ്യാറില്ല. ഉണ്ടോ? ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഞാൻ ആരെയും ഇങ്ങനെ വിധിക്കുന്നില്ല. എന്നാലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹവും ഉറപ്പായിട്ടും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നോമ്പും ഉപവാസവും ഒത്തിരി ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, എന്തിനാ ഈ നോമ്പും ഉപവാസവും? ഈ വേദപുസ്തകം പഠിക്കുന്നത് വരെ ഉണ്ടായിരുന്നത് എനിക്ക് ആ ചിന്താഗതി. എന്നാൽ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ, ഇത് പഠിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ, ഉപവാസത്തെ പറ്റി എവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം ഇറങ്ങുകയും പിശാച് പരാജയപ്പെടുകയും ചെയ്യുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ ഇടയായിത്തീരുന്ന ഒരു പ്രവൃത്തിയാണ് ഉപവാസം, ഇല്ലേ? യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ജലപാനമില്ലാതെ കടന്ന് ദൈവത്തോട് അയ്യം വിളിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ അടുത്ത് പിന്നെ എന്താ കാണുന്നത്? ഈ മരണത്തിലേക്ക് വഴുതി വീണ യോനായെ മത്സ്യം എവിടെ എത്തണമോ ആ കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. യോന ചെന്ന് ആ ജനത്തോട് പ്രസംഗിച്ചു. ജനം ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? അവരിത് കേട്ട് അവര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവര് 40 ദിനരാത്രങ്ങൾ നോമ്പും ഉപവാസവും എടുക്കുകയാണ്. അതിന്റെ ഭയങ്കര തീക്ഷ്ണമായ നോമ്പായിരുന്നു. കാരണം രാജകൽപ്പനയായിരുന്നു. ഇനി മൃഗങ്ങളോ കുഞ്ഞുകുട്ടികളോ ആരും ജലപാനം പോലും കഴിക്കരുത്. അങ്ങനെ കുഞ്ഞുങ്ങളുടെയും ഈ മൃഗങ്ങളുടെയും ഒക്കെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തി എന്നും ദൈവത്തിന്റെ കരുണ, അതായത് തീ ഇറക്കി നശിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് യോന അവിടെ വന്ന് പ്രസംഗിക്കുന്നത്. പക്ഷേ കർത്താവ് ആ യോനായുടെ പുസ്തകത്തിന്റെ അവസാനം എങ്ങനെയാണ്? ഈ 1 ലക്ഷത്തിൽ 1.5 ലക്ഷത്തോളം വരുന്ന ഈ ആളുകളിൽ എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിക്കുക. അപ്പൊ ദൈവത്തിന്റെ അയ്യോ ഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ ആ ജനത്തിന്റെ മേൽ ഇറങ്ങി വന്നതിന്റെ കാരണം എന്താ? കാരണം അവര് അനുദപിച്ച് ഉപവാസം എടുത്ത് നോമ്പ് ആചരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവ കരുണ നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സഭ പറയുന്നത് പോലെ. ഇനിയിപ്പോ നോമ്പിലേക്ക് പ്രവേശിക്കുക നാളെ മുതൽ പരിശുദ്ധ സ്ലീഹന്മാരെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് ആചരിക്കാൻ പോവുകയാണ്. ഈ നോമ്പ് ദിവസങ്ങളിൽ ഉച്ചവരെയോ 3 മണി വരെയോ അല്ലെങ്കിൽ ആരോഗ്യം അനുവദിക്കുന്നവർക്ക് വൈകുന്നേരം വരെയൊക്കെ ഉപവാസം എടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കോ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ തകർച്ചകൾ മാറുന്നത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഉപവാസം എടുക്കണം, അതിൻ്റെ കൂടെ ജീവിതത്തെ ശോധന ചെയ്യണം, നന്നായിട്ട് കുമ്പസാരിക്കണം. ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് നിങ്ങളോട് ശക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കാരണം വേദപുസ്തകത്തിൽ ഒട്ടനവധി തെളിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവര് 31-ാമത്തെ വാക്യം, 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, യെരൂശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കെണിയിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ശത്രുവും ആരെ തൊട്ടില്ല. എസ്രായെയും എസ്രായയുടെ കൂടെ ഉള്ളവരെയും തൊട്ടില്ല. ആരുടെയും ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ടാ? ഉപവാസം വലിയൊരു പ്രൊട്ടക്ഷനാണ് കുടുംബത്തിന്, വ്യക്തി ജീവിതത്തിന്. നമ്മളെല്ലാം ഒരു യാത്രയിലാണ്. ആ യാത്ര ഏതാണ്? ഏത് യാത്രയിലാണ് നമ്മള്?
മരുഭൂമിയിലുള്ള നമ്മുടെ ലോകത്തിലുള്ള യാത്ര. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നുപോയതുപോലെ നമ്മൾ ഒരു യാത്രയിലാണ്. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ 4ാമത്തെ ഖണ്ഡിക. എന്താണ്? പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. അപ്പൊ ഈ ലോകത്തിലെ ജീവിതമാണോ? അല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലെ ജീവൻ നോക്കിപ്പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഈ യാത്രയിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? സാത്താനാണ്. യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നെങ്കിൽ ഉറപ്പായിട്ട് യേശുവിന്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ അവൻ കടന്നു വന്നിരിക്കും. അങ്ങനെയെങ്കിൽ യേശു സാത്താനെ പരാജയപ്പെടുത്തത് നോമ്പെടുത്തും ഉപവാസം എടുത്താണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്തെടുക്കണം? നോമ്പെടുക്കണം, ഉപവാസം എടുക്കണം. സാത്താൻ പരാജയപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മള് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്തു നോക്കിയാൽ മതി. ഈ ഉപവാസം കഴിഞ്ഞപ്പോ സാത്താൻ പരാജിതനായിട്ട് മടങ്ങിപ്പോയി എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപവാസത്തിനും നോമ്പിനും പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും ചിന്തിക്കുമോ 50 നോമ്പൊക്കെ എടുത്താൽ പോരെ? അത് മാത്രം പോരാ പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഈ സഭ കൽപ്പിക്കുന്ന പ്രത്യേകിച്ച് ബുധൻ വെള്ളി ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് എടുത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ അടുത്ത തലമുറകൾക്കൊക്കെ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണമേ. അതിനുശേഷം അവര് യെരൂശലേമിൽ ചെന്ന് കിട്ടിയ വെള്ളിയും പൊന്നും എല്ലാം ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെ പറ്റിയും തുടർന്ന് അവിടെയുള്ള ക്രമീകരണങ്ങളെ പറ്റിയൊക്കെ അവിടെ ചെന്ന് ദൈവത്തിന് യാഗം ബലിയർപ്പിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന അധ്യായത്തിൽ. പിന്നീട് 9-ാം അധ്യായം, 9ഉം 10ഉം അധ്യായങ്ങൾ. അതിലെ 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അതിന്റെ ശേഷം പ്രഭുക്കന്മാർ എന്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിസ്രൈമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെയും ചെയ്തു വരുന്നു. മതി. അതായത് 538-ലാണ് 39-ലാണ് ആദ്യം സൈറസ് രാജാവ് ഇവരെ ഇവിടേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ അതിനകത്ത് എസ്ര വന്നിട്ടില്ല. അതിനകത്ത് സെരുബ്ബാബേലും യോശുവായും അങ്ങനെ ഒരു ഗണമാണ് വരുന്നത്. പിന്നീട് 2ാമത്തെ ഗണം വരുന്നത് ഏതാണ്ട് 100 വർഷം, 458-ലാണ് എസ്ര പിന്നീട് വരുന്നത്. ഏതാണ്ട് 100 വർഷത്തിന്റെ അടുത്ത്, 80 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ആര് കടന്നു വരുന്നത്? എസ്ര കടന്നു വരുന്നത്. വരുമ്പോ എന്താ കാണുന്നേ? വരുമ്പോ കാണുന്നു ഇവര് പള്ളിയൊക്കെ പണിത് ബലിയർപ്പണമൊക്കെ തുടങ്ങി. പക്ഷെ ഇവര് കനാന്യർ, ഹിത്യർ, പെരീസ്യർ, യെബൂസ്യർ, അമോര്യർ, മോവാബ്യർ, മിസ്രൈമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകൾ ചെയ്തു വരുന്നത് ആര് കണ്ടു? എസ്ര കണ്ടു. അതിന് ചെയ്തു വരാനുള്ള കാര്യം ദൈവം ആവർത്തന പുസ്തകത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് മോശയിലൂടെ. ആവർത്തന പുസ്തകം 7-1 മുതൽ 4 വരെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. ഈ പറയുന്ന പേര് പറയുന്ന വിജാതീയരുമായി നിങ്ങൾ ഇടപഴകുകയോ നിങ്ങളുടെ മക്കളെ അവർക്ക് കൊടുക്കുകയോ അവരുടെ മക്കളെ നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ആൺപ്രജകളുടെ എല്ലാം ഹൃദയത്തെ വശീകരിച്ച് ഈ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാനായിട്ട് കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പൊക്കെ ദൈവം നേരത്തെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ മുന്നറിയിപ്പ് ആരെ അവഗണിച്ചു? ഇവിടെ 2ാം പ്രവാസത്തിന് ശേഷം കടന്നു വന്ന് 2ാം ദേവാലയം പണിത ജനം മറന്നുപോയി. അവര് ഈ മ്ലേച്ഛതകളിലെല്ലാം മുഴുകി ജീവിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എസ്ര എന്ത് ചെയ്തു? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എന്റെ വസ്ത്രവും മേലങ്കിയും കീറി എന്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ചു സ്തംഭിച്ചു കുത്തിയിരുന്നു. കണ്ടോ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ തന്നെ ശൂന്യമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് പഴയ നിയമത്തിൽ. അതായത് ദൈവത്തിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്താൻ വേണ്ടി വസ്ത്രമെല്ലാം കീറി എന്നിട്ട് അദ്ദേഹം തന്റെ താടി മീശയെല്ലാം പറിച്ച് കളഞ്ഞ്, അതായത് അത്രമേൽ വേദന കൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ മുമ്പാകെ സ്തംഭിച്ച് ഇരിക്കുകയാണ്. 5-ാമത്തെ വാക്യം, സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, പിന്നീട് അദ്ദേഹം ഒരു ദീർഘമായ ഒരു പ്രാർത്ഥന, അധ്യായം മുഴുവനും ആ പ്രാർത്ഥനയാണ്. ഇസ്രായേലിന്റെ പാപത്തിന് വേണ്ടി
തന്നെത്താൻ താഴ്ത്തി ഈ പുരോഹിതൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിലവിളിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ പാപം അവിടുന്ന് പരിഗണിക്കരുതേ, ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ, ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് നിരന്തരം ഈ മനുഷ്യൻ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് പിന്നീട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം 10-ാം അധ്യായം പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്ത് സംഭവിക്കുന്നതെന്നാണ് പിന്നീട് കാണുന്നത്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എസ്രാ ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി ജനവും വളരെ കരഞ്ഞു. പുരോഹിതൻ കരയാൻ തുടങ്ങിയപ്പോ എന്തായി? ജനങ്ങളെല്ലാം കൂടി വന്ന് കാര്യം ആരാഞ്ഞു, അവരുടെ തെറ്റ് മനസ്സിലാക്കി. ഈ ജനമെല്ലാം എസ്രായോട് കൂടെ ദൈവസന്നദ്ധിയിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം അതിനകത്തുള്ള ഒരു മനുഷ്യൻ, ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹിയേലിന്റെ മകൻ ശകന്യാവ് ഒരു അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ വിജാതീയ സ്ത്രീകളെ സ്വീകരിച്ച എല്ലാവരും അവരെയും അവരിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കുകയാണ്. നമുക്ക് ഇന്നത് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാം. പക്ഷെ ഇസ്രായേൽ ജനത്തിന് ദൈവം അത്ര കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നു. അതുകൊണ്ട് അവര് ന്യായപ്രമാണ പ്രകാരം ഈ 10-ാം അധ്യായം മുഴുവനും പിന്നെ അതാണ്. അതായത് ആരൊക്കെ വിജാതീയ സ്ത്രീകളെ സ്വീകരിച്ചോ അവരെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം നല്ലൊരു ജീവിതത്തിലേക്ക് ഇവർ കടന്നു വരുന്നതിനെ പറ്റിയാണ് ഈ 10-ാം അധ്യായം മുഴുവനും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എസ്രായുടെ പുസ്തകം നമുക്ക് നൽകുന്ന നിർദ്ദേശം, ഒന്ന് നമ്മൾ കണ്ടു, അടിമത്തത്തിലായിരുന്ന ജനം അടിമത്തത്തിലേക്ക് പോകാനുള്ള കാര്യം ദൈവത്തിന്റെ വചനം ലംഘനമായിരുന്നു. എന്നാൽ അടിമത്തത്തിൽ കടന്ന ഈ ജനം പ്രാർത്ഥിച്ചപ്പോ ദൈവം അവിടുന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവന്നു. പിന്നീടും പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ എസ്രാ ഇടപെടുകയാണ്. എസ്രാ ഇടപെട്ട് വീണ്ടും അവരെ ന്യായപ്രമാണത്തിന്റെ മാർഗത്തിലൂടെ നയിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഭാഗമാണ് നമുക്ക് ഈ എസ്രായുടെ പുസ്തകത്തിൽ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്കും എനിക്കും ഇത് പ്രയോജനമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് വായിക്കാമോ? വെളിപാട് 1:3 എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വചനമാണ്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം മതി. വായിച്ച് കേൾപ്പിക്കാനും അത് പഠിപ്പിക്കാനും ഉള്ള ഒരു ഭാഗ്യം ദൈവം തന്നു. അത് കേൾക്കാനും അത് കേട്ടിരുന്ന് ധ്യാനിക്കുവാനും ഒരു ഭാഗ്യം നിങ്ങൾക്ക് തന്നു. ദൈവവചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്തത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച ഈ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അടുത്ത ആഴ്ച നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നെഹമ്യാവിന്റെ പുസ്തകം ഒരു 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ നോമ്പിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നാളെ മുതൽ സ്ലീഹ നോമ്പ് ആരംഭിക്കുന്നു. 29-ാം തീയതിയാണ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളോട് കൂടെയാണ് ഇത് അവസാനിക്കുന്നത്. നോമ്പ് നന്നായിട്ട് എടുക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം എന്ന് വായിച്ചാൽ നോമ്പെടുത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വായിച്ച് നാളെ മുതൽ, ഇന്ന് പേപ്പറത്തെയാണ്, നാളെ രാവിലെ ഇന്ന് 12 മണിക്ക് ശേഷം നോമ്പാണ്. അതുകൊണ്ട് നോമ്പെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ സന്ധ്യായാമത്തിൽ എസ്രായുടെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലെ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് കാത്തു സൂക്ഷിക്കുവാനും അവിടുന്ന് നൽകിയ നല്ല അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. എസ്രായുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ കൈ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നല്ലോ. അതിന്റെ കാരണം അങ്ങ് എന്തു പറഞ്ഞുവോ അത് പരിപൂർണമായിട്ടും വായിച്ച് പഠിക്കുവാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുമെല്ലാം അദ്ദേഹം മനസ്സ് വെച്ചിരുന്നുവെന്ന്
ഈ ഭാഗത്ത് ഞങ്ങൾ വായിച്ച് പഠിച്ചു. ദൈവമേ, അവിടുത്തെ കരം ഞങ്ങൾക്ക് എപ്പോഴും അനുകൂലമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം വായിച്ച് പഠിക്കാനും ആ വചനപ്രകാരം ജീവിക്കാനും അനേകരിലേക്ക് വചനം എന്ന ദൈവത്തിന്റെ സ്നേഹം, കരുണ എത്തിക്കുവാനും ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. ജീവന്റെ അപ്പമായ അങ്ങയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ തിരുഹിത പ്രകാരം ആക്കി തീർക്കണമേ. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൊണ്ട് എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധ അപ്പോസ്തലന്മാരെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ.